സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബലയാണെങ്കിൽ നന്ദനെ വന്ന് കാണുന്നുണ്ട്. ചെയ്തതൊട്ടും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ കുറ്റപ്പെടുത്തുന്നു. ഒരു കാരണവശാലും ഞങ്ങളുടെ പേര് പറഞ്ഞു പോകരുത്, അങ്ങനെ പറഞ്ഞാൽ പിന്നെ നിന്റെ എല്ലാ കളികളും ഞങ്ങൾ അവസാനിപ്പിക്കും, നീ കാണാൻ പോകുന്നത് ഞങ്ങളുടെ മറ്റൊരു മുഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയെയും നന്ദനെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും കെവിന്റെയും ഇസബലയുടെയും പേര് പറയില്ല എന്ന് പ്രഭാവതിയും നന്ദനും വാക്ക് കൊടുക്കുകയാണ്. പിന്നീട് ഗിരീഷ് ആണെങ്കിൽ ദേവികയെ വിളിച്ച് മാധവനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ ഗിരി പറയുന്നു. അങ്ങനെ ഗിരീഷ് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് രജനിയാണെങ്കിൽ ഗിരിയെ തടയുന്നത്. അവളുടെ അടുത്തേക്ക് വലിയ സേവനത്തിനൊന്നും പോണ്ട, അവിടെ നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്, ഗിരിയേട്ടന്റെ സേവനമൊന്നും അവിടെ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ മാറി നിൽക്കാനായിട്ട് ഗിരി വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിലും രജനി അത് കേൾക്കുന്നില്ല. നിന്റെ സ്വന്തം പെങ്ങളെ പോലെയല്ലേ ദേവികം, അപ്പൊ പിന്നെ അവളെ ചെന്ന് കാണേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ടായിരുന്നു, പക്ഷെ നീ അത് ചെയ്യുന്നില്ല, എന്നെ തടയണ്ട, ഞാൻ പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗിരി ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ പോകണ്ട എന്നൊക്കെ പറയുമ്പോൾ ദേവികയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് രജനി. എന്റെ ആങ്ങളെ ജയിലിലാക്കാൻ വേണ്ടി നടക്കുന്നവളാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറ്റപ്പെടുത്തുമ്പോൾ നിന്റെ ആങ്ങൾ അല്ലെങ്കിലും ജയിലിലാകും, കാരണം ഋഷിയെ കൊന്നത് നിന്റെ ആങ്ങളെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗിരിയാണെങ്കിൽ സത്യങ്ങൾ തുറന്നടിക്കുന്നു. അത് വിശ്വസിക്കാനായിട്ട് രജനിക്ക് സാധിക്കുന്നില്ല. അവൾ ഇപ്പോൾ തന്നെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുകയാണ്. ഇപ്പൊ പോകേണ്ട, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗിരിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. രജനിക്ക് വലിയൊരു ഷോക്കായിട്ട് മാറുകയാണത്. പിന്നീട് ഹോസ്പിറ്റലിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് നമ്മുടെ ദേവിക. കാരണം അവൾക്കാണെങ്കിൽ ഒറ്റയ്ക്കെല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം മാനസികമായിട്ടുള്ള ടെൻഷൻ വേറെ, അച്ഛന്റെ അവസ്ഥയും. അങ്ങനെ സിദ്ധാർത്ഥനെ കണ്ടിട്ട് ശാരികയാണെങ്കിൽ സംസാരിക്കുകയാണ്. ദേവിയേച്ചിയെ ഇനിയും ഇതിൽ കൂടുതൽ ക്രൂരമായിട്ട് ഉപദ്രവിക്കാനില്ല, കാരണം എല്ലാം കൊണ്ടും പാവം തകർന്നിരിക്കുകയാണ്. നന്ദേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ദേവിയേച്ചിക്ക് അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല. മാനസികമായിട്ട് എൻ്റെ ചേച്ചി തകർന്നു പോയി. അതിനിടയിൽ ഇസബലയുമായിട്ട് നന്ദേട്ടന്റെ ചങ്ങാത്തവും എല്ലാം കൊണ്ടും ചേച്ചി മരിച്ച അവസ്ഥയ്ക്കാണെന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് മോളെ എന്നൊക്കെ. അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് ദേവിക വരികയാണ്. അച്ഛൻ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ട, നന്ദുവിന്റെ അവസ്ഥ ഇപ്പൊ മോശമല്ലേ, നമുക്ക് നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ ചെയ്യണം, ഒരു കാരണവശാലും നിയമത്തിന് വിട്ടുകൊടുക്കാതിരിക്കരുത് എന്നൊക്കെ ദേവിക പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ചന്ദ്രവതി വീട്ടിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ ദേവി പറയുകയാണ്. പിന്നീട് സിദ്ധാർത്ഥൻ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ ദേവികയെ വീണ്ടും ശാരിക ഉപദേശിക്കുകയാണ്. എന്തു വന്നാലും തന്റെ സ്റ്റാൻഡിൽ നിന്നും ഉറച്ചു തന്നെ നിൽക്കണം, വിടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയുമായിട്ട് ദേവികയാണെങ്കിൽ പ്രഭാവതിയോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. തന്റെ മകനെ ഒരിക്കലും ജയിൽവാസത്തിന് വിടരുതെന്നൊക്കെ പ്രഭാവതി ചന്ദ്രമതിയോടും ദേവികയോടും കേണപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ദേവിക പറയുന്നുണ്ട്, തെറ്റ് ചെയ്തവർ നിയമത്തിന് മുന്നിൽ കീഴടങ്ങുക തന്നെ വേണമെന്ന്. അത് തന്നെയാണ് ഏറെ ബാധിക്കുക എന്നുള്ള കാര്യവും ദേവിക്ക് അറിയാം. കാരണം വലിയൊരു കൊലക്കുറ്റമാണ് MLA-യുടെ ഭർത്താവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താനും ഇതിൽ ഇരയാകുമെന്നൊക്കെ ദേവിക പ്രഭാവതിയെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഗിരി ഓൾറെഡി പറയുന്നുണ്ട് വോട്ടർമാർ ദേവിക്കെതിരെ തിരിയും എന്നൊക്കെ. അത് ദേവികയുടെ മനസ്സിൽ വലിയൊരു കല്ലായിട്ട് മാറുന്നുണ്ട്. പക്ഷെ അവൾ അതൊക്കെ തന്നെ ഫേസ് ചെയ്യാൻ റെഡി ആവുകയാണ്. പിന്നീട് ഇസബല്ലയാവട്ടെ കെവിനോട് പറയുന്നുണ്ട്, ഇപ്പൊ അവൻ ചെയ്തു കൂട്ടിയതൊക്കെ തന്നെ മണ്ടത്തരമാണ്, പക്ഷെ എന്ന് കരുതിയിട്ട് ദേവികയുമായിട്ട് അടുക്കാമെന്ന് മാത്രം അവൻ കരുതണ്ട കെവിനെ, ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ അവൾക്ക് ഒരു പക്ഷേ അവനോട് സഹതാപം തോന്നിക്കാണും, അതിന്റെ പേരിൽ ഭാര്യയും ഭർത്താവും വീണ്ടും ഒന്നിച്ചു എന്ന് വരും, അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസബല തന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കുകയാണ്. അങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെവിനാണെങ്കിൽ ഇസബലയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.